എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവിശങ്കർ, ഗായകനാണ്. കുറേ വർഷങ്ങളായി പാടുന്നു. പെട്ടെന്ന് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകൾ പാടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷത്തിലുണ്ട്. സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ തന്നെ കുട്ടികളിലെ കലാവാസനകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം തന്നെ എൻ്റെ വീട്ടുകാർ തിരിച്ചറിഞ്ഞത് ഒരു പാട്ടുകാരനൊക്കെ ആയിട്ടാണ്. ചെറുതായിട്ട് മൂളുന്നു, പാടുന്നു എന്നുള്ള നിലയിലുള്ളൊരു പാട്ടുകാരൻ. പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി എന്ന് പറയാനാണ് ഇഷ്ടം. എൻ്റെ ഓർമ്മയിൽ പിന്നീട് അത് സീരിയസ് ആയിട്ടൊക്കെ വന്നത് നമ്മുടെ സ്കൂൾ കോമ്പറ്റീഷൻസിലേക്കൊക്കെ വരുമ്പോഴാണ്. ലളിതഗാനം, ശാസ്ത്രീയ ഗാനം, കഥകളി സംഗീതം എന്നൊക്കെ പറഞ്ഞ് പല വേർതിരിവുകളിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ സീരിയസ് ആവും പാട്ടിൻ്റെ അത് കാണാതെ പഠിച്ച് പാടുക, ആ താളം തെറ്റാതെ പാടുക എന്നുള്ള ചെറിയ വലിയ ദൗത്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അങ്ങനെ ലളിതഗാനത്തിലേക്ക് എൻ്റെ ശ്രദ്ധ തിരിയുന്നു, അല്ലെങ്കിൽ എന്നെ തിരിച്ചുവിടുന്നു. എൻ്റെ അമ്മയാണ് ആദ്യം എന്നെ ഒരു ലൈറ്റ് സോങ് പഠിപ്പിച്ചത്. പിന്നീട് സ്കൂളിലെ മ്യൂസിക് ടീച്ചേഴ്സ് അത് ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥൻ ശ്രീ എൽ വൈകുണ്ഠവതി, അദ്ദേഹം ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിപ്പിച്ച് അതിൻ്റെ തുടക്കം ഒക്കെ പഠിപ്പിച്ച് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ ഗുരുനാഥനാണ്. അദ്ദേഹത്തിന് ആദ്യം തന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ നമസ്കാരം പറയുന്നു, വണങ്ങുന്നു. അത് കഴിഞ്ഞ് പഠിപ്പിച്ച പാട്ടുകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏറ്റവും ഇഷ്ടം തോന്നിയ ആദ്യത്തെ ഒരു പാട്ടെന്ന് പറയുന്നത് ലളിതഗാനം മത്സരങ്ങളിൽ നിലാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്രതീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സമയത്തെ പാട്ടുകളിലൊന്നാണ് ഇത്. ലളിതഗാനം എന്ന ശ്രേണിയിൽ വരുമെന്നോ ഒന്നും അറിയില്ല, പക്ഷെ ഒരു കാര്യം അറിയാമായിരുന്നു. നിള എന്ന് പറഞ്ഞൊരു നദിയുണ്ടെന്ന്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്ന ആളാണ് ഇതിൻ്റെ സംഗീത സംവിധാനം എന്ന്. അത്രമാത്രമേ എനിക്ക് ആ പാട്ടിനെ കുറിച്ച് അറിയൂ. ആ പ്രായത്തിൽ അതേ അറിയണ്ടൂ എന്ന് തന്നെ എനിക്കത് തോന്നിയിരുന്നു. ഇത് ഉറക്കെ പാടുന്ന ഒരു ഹരമായി. പിന്നെ കവിതേ, മലയാള ഭാഷാ കവിതേ, ഭാവകല്ലോല വിലാസലതികേ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. എനിക്ക് തോന്നുന്നു അത് പി സുശീലാദേവി ടീച്ചർ പാടിയ പാട്ടാണ്. അതും ഇഷ്ടപ്പെട്ടൊരു പാട്ടിൽ ലളിതഗാന കോമ്പറ്റീഷൻസിനൊക്കെ എന്നെ പാടിപ്പിച്ചൊരു പാട്ടാണ്. അതും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. പിന്നീട് സ്ഥിരമായി എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ, എനിക്ക് മാത്രമല്ല എൻ്റെ ആ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിൽ പെടുന്നതും അതിന് മുതിർന്നതുമായിട്ടുള്ള ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ നേടി തന്നിരുന്ന പ്രപഞ്ചമാനസ വീണയിലുണരും പ്രേമം വിളിക്കുന്നു, വിശ്വപ്രേമം വിളിക്കുന്നു. ഈ പാട്ടും ഇതും സംഗീത സംവിധാനം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്. അതിനകത്ത് ഒരുപാട് ഓരോരോ പല രാഗങ്ങൾ വന്ന് തിരമാലകൾ പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ടഫായിട്ടുള്ള പാട്ടാണ്. അത് പാടിയാൽ പ്രൈസ് കിട്ടും എന്നും തിരിച്ചറിയുന്നു. അപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ പാട്ടുകൾക്ക് എന്തോ പ്രൈസ് കിട്ടുന്ന എലിമെൻ്റ് ഉണ്ടെന്നുള്ളത് വളരെ സ്കൂൾ തലം മുതൽ എന്നെ ആകർഷിച്ചു. പിന്നീട് കോളേജ് ലെവലിലേക്ക് കടക്കുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു സംഗീതജ്ഞനാണ്, സംഗീതകാരനാണ് ശ്രീ MS നസീം. അദ്ദേഹം ഒരുപാട് AM രാജ അങ്ങനത്തെ ഓൾഡ് ഈസ് ഗോൾഡ് പരിപാടികൾ, ഒരുപക്ഷെ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ആ സ്കൂൾ തലത്തിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസിന് പാസ് കിട്ടിയത് നസീം അങ്കിൾ തന്നതാണ്. നസീം അങ്കിൾ സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഉദയഭാനു സാറോ, കമുകർ സാറോ, കല്ലറ ഗോപൻ ചേട്ടൻ, ശ്രീറാം ചേട്ടൻ, ശ്രീകാന്ത്, ഇവരൊക്കെ വന്ന് ആൻറ്റോ സാറ്, അവരൊക്കെ വന്ന് സ്റ്റേജിൽ ഗംഭീരമായിട്ട് പാടുമ്പോഴും ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ നസീം അങ്കിൾ സ്റ്റേജിൽ വരുമ്പോഴാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ നസീം അങ്കിളാണ് എന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്തേക്ക്, ഞാനും അച്ഛനും നസീം അങ്കിളും കൂടി ഒരു സ്കൂട്ടറിലിരുന്നാണ് പോകുന്നത്. എന്നെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു, പാടിച്ചു നോക്കാമെന്ന് പറഞ്ഞ ഒരു ഉച്ച സമയത്ത് ആഞ്ജനേയ എന്ന വീട്ടിലേക്ക് ഞാൻ ചെല്ലുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഡോർ തുറന്നു വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷർട്ട്, ലൈറ്റ് പിങ്കും ബ്ലൂ, അതിങ്ങനെ ബ്രോഡ് സ്ട്രൈപ്സ് ഉള്ള വലിയൊരു സിനിമാക്കാരൻ്റെ ഷർട്ട്. അന്നത്തെ എൻ്റെ കാഴ്ചപ്പാടിൽ അതാണ്. ഒരു സിനിമാക്കാരനൊക്കെ ഇടുന്ന ഷർട്ട് നമ്മളൊക്കെ, എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരോ ഒന്നും അങ്ങനെ ഷർട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല.
അപ്പോൾ ഒന്നാം രാഗം പാടിയൊക്കെ ഇറങ്ങിയിട്ട് നിൽക്കുന്ന സമയമാണ്. അതിനു മുമ്പ് ഞാൻ സാറിൻ്റെ മുഖം ആദ്യമായിട്ട് കാണുന്നത് കാസറ്റിൻ്റെ ലേബലിൻ്റെ ഒക്കെ പിന്നിലാണ്. ഇപ്പോൾ ത്രിമധുരം, അതിൽ ഗുരു പവനപുരേശ കൃഷ്ണ കൃഷ്ണ പദതളിരിണ തൊഴുന്നേ ഹൃദയ ശ്രീകോവിലെന്നും തെളിയുന്ന മണിദീപമേ നിന്നെ കൈവണങ്ങുന്നേൻ ഗുരു പവനപുരേശ കൃഷ്ണ കൃഷ്ണ പദതളിരിണ തൊഴുന്നേ. രാവിലെ 5-5:30 ഒക്കെ പഠിക്കാൻ പുസ്തകമായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും. പിന്നെ മനസ്സിങ്ങനെ ആ പാട്ടിൻ്റെ പിന്നിലേക്ക് പോകും. അതിൻ്റെ സംഗീത സംവിധാനവും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ആണ്. അതുപോലെ ആറ്റുകാലിലമ്മേ, സ്ഥിരമായിട്ട് തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല സമയത്ത് കേട്ടുകൊണ്ടിരുന്ന പാട്ട്, അതും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഇതാരാണ് ഈ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നുള്ള എൻ്റെ അന്വേഷണത്തിന് കാസറ്റിൻ്റെ പുറകിലത്തെ ഇൻലേ കവറിൻ്റെ ഒക്കെ പുറകിലുള്ളതും മുമ്പിലുള്ളതുമായിട്ടുള്ള മുഖമാണ് എനിക്ക് ആദ്യം പരിചയം. പിന്നീട് സ്കൂളിൽ നിന്നൊക്കെ ആകാശവാണിയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസിന് കൊണ്ടുപോകുമ്പോൾ ബാലലോകം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവിടെ വെച്ചും ഞാനൊരിക്കൽ കണ്ടു. പിന്നെ കാണുന്നത് ഈ ബ്രോഡ് ഷർട്ടുള്ള സിനിമക്കാരൻ്റെ ഷർട്ടിട്ട പെരുമ്പാവൂർ സാറിനെയാണ്. സാറിൻ്റെ അടുത്തിരുന്ന് വീടിൻ്റെ താഴത്തെ നിലയിലിരുന്ന് കുറച്ച് എന്തൊക്കെയോ പാടി, എന്താ പാടിയെന്ന് ഓർമ്മയില്ല, ഒരറിവുമില്ലാതെ എന്തോ പാടി. കുഴപ്പമില്ല നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് എന്നെ മേളിലേക്ക് വിളിച്ചിട്ട്, മേളത്തെ നിലയിലായിരുന്നു അന്ന് ക്ലാസ്സൊക്കെ. ഗൗളരാഗത്തിലെ ഗണപതി സ്തുതിയാണ്, കീർത്തനമാണ്, ദീക്ഷിതർ കൃതിയാണ് എന്നെ പഠിപ്പിച്ചത്. ശ്രീമഹാഗണപതിരവതുമാ ശ്രീമഹാഗണപതിരവതുമാ ശ്രീദേവിനായകോ. ആ കൃതി ദീക്ഷിതർ കൃതിയാണ് എന്നെ ആദ്യം പെരുമ്പാവൂർ സാർ പഠിപ്പിക്കുന്ന പാട്ട്. പിന്നീട് കുറേ ക്ലാസ്സസ് സാറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ ഭാഗ്യമുണ്ടായി. പലപ്പോഴും ഹയർ ലെവൽസ് ഓഫ് മ്യൂസിക്കിലുള്ള ഹയർ ലെവൽ സ്റ്റുഡൻസിനോടൊപ്പം ഒക്കെ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ ഇത് സ്വരപ്പെടുത്തി എഴുതാൻ പോലും ആദ്യമൊക്കെ എനിക്ക് പ്രയാസമായിരുന്നു. ഇതിനി വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചു തീർക്കണമല്ലോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളിങ്ങനെ വോളിയം കൂടിക്കൂടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു സൈഡിൽ പെരുമ്പാവൂർ സാറിൻ്റെ നല്ല ലളിതഗാനങ്ങളോടുള്ള എന്താ പറയുക, ആ മധുരത്തോടുള്ള കൊതി എനിക്കെപ്പോഴും ഉണ്ടായിരുന്നു. അത് കൾമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ എനിക്ക് സമ്മാനം കിട്ടുന്ന സുഖിയൗവരോ രാമനാമഗീതം പാടും ദക്ഷിണ കാവേരിയോളങ്ങളെ. ഈ പാട്ട് എനിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സാറിനുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. എൻ്റെ ഒരു കൂടെയുള്ള പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി എന്നോട് തന്നെ പറഞ്ഞിരുന്നു, ഇത്തവണയെങ്കിലും രവിക്ക് സമ്മാനം കിട്ടും, ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ജഡ്ജെങ്കിൽ ഉറപ്പായിട്ട് സമ്മാനം കിട്ടും എന്നൊക്കെ സാറിങ്ങനെ ആ കുട്ടിയോട് ഷെയർ ചെയ്തിരുന്ന 1-2 സെൻറ്റൻസസ് ഷെയർ ചെയ്തിരുന്നത് ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാറിൻ്റെ നാവ് പൊന്നായി എന്ന് തന്നെ പറയാം. ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു വിജയമാണ് കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ 1ാം സമ്മാനം ലളിതഗാനം. അവിടുന്ന് പിന്നീട് സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു ഒരുപാട് യാത്രകൾ സംഗീതത്തിൽ.